എവർക്ക് സുപ്രഭാതം. ബേഥലിൽ നിന്ന് എഫ്രാത്തയിലേക്കുള്ള യാത്രക്കിടയിൽ എഫ്രാത്തയിൽ എത്തുവാൻ അല്പദൂരം മാത്രമുള്ളപ്പോൾ റാഹേല് ഒരു മകന് ജന്മം നൽകി. റാഹേല് പേര് വിളിച്ചു ബെനോനി. അപ്പന പേര് മാറ്റി വിളിച്ചു ബെന്യാമീൻ. റാഹേലിന്റെ ജീവിതത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ നിമിഷമെത്തി. റാഹേല് അവിടെ വെച്ച് മരിച്ചു. യാക്കോബ് ഒരു കല്ലറത്തൂൺ പണിത് അത് റാഹേലിന്റെ കല്ലറത്തൂൺ എന്ന പേരിൽ അറിയപ്പെടുവാനും ഇടയായി തീർന്നു. പക്ഷെ ഈ വഴിയിൽ വെച്ച് റാഹേൽ എന്ന യാക്കോബ് ഏറെ സ്നേഹിച്ച തൻ്റെ ഭാര്യ മരിച്ചുപോയി. വാസ്തവത്തിൽ റാഹേലിന്റെ ജീവിതം പരിശോധിച്ചാൽ യാക്കോബ് എന്ന ഭക്തന് യോഗ്യമാകുമെണ്ണം ഒരു ജീവിതമായിരുന്നില്ല റാഹേൽ നയിച്ചത്. ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ച് ജീവനുള്ള ദൈവത്തിന്റെ അരുളപ്പാടും സ്വീകരിച്ച് മുന്നോട്ട് പ്രയാണം നടത്തുന്ന യാക്കോബ് എന്ന ഭക്തന് ഉചിതമാകുമെണ്ണം ഒരു ജീവിതം കാഴ്ചവെക്കുവാൻ റാഹേലിന് കഴിഞ്ഞില്ല എന്ന് വേണം മനസ്സിലാക്കുവാനായിട്ട്. സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറയുന്നു: നിങ്ങൾ വഴിയിൽ വെച്ച് വീണ്ടും നശിച്ചു പോകാതിരിപ്പാൻ പുത്രനെ ചുംബിപ്പിൻ. ദൈവത്തിന് പ്രസാദമുള്ള ഒരു ജീവിതം എനിക്കും നിങ്ങൾക്കും കാഴ്ചവെക്കുവാൻ കഴിഞ്ഞാൽ അതാണ് ഏറ്റവും ധന്യത എന്ന് പറയുന്നത്. ഇന്ന് പകലിലെ നമ്മുടെ ജീവിതം ദൈവത്തിന് പ്രസാദമുള്ളതായി തീരട്ടെ. നമുക്കും പുത്രനെ ചുംബിച്ചുകൊണ്ട് നമ്മുടെ പ്രയാണത്തെ മുന്നോട്ട് നയിക്കാം. വഴിയിൽ വെച്ച് വീണ് നശിച്ചു പോകാതിരിപ്പാൻ പുത്രനെ ചുംബിപ്പിൻ എന്നുള്ള അർത്ഥവാക്യം നമ്മുടെ ഹൃദയത്തിന്റെ പലകകളിൽ എഴുതി ഇന്ന് പകലിൽ ജീവിപ്പാൻ സർവേശ്വരൻ എല്ലാവർക്കും കൃപ നൽകി സഹായിക്കുമാറാകട്ടെ.